പുനലൂർ പത്തുപറയിൽ വനദീപ്തി എന്ന പേരിലാണ് സ്വാഭാവിക വനം പദ്ധതി തുടങ്ങിയത്. 50 ഏക്കർ സ്ഥലത്ത് പുഷ്പഫലസസ്യങ്ങളും ഔഷധച്ചെടികളും വച്ചുപിടിപ്പിച്ച് ശലഭങ്ങളെയും പക്ഷികളെയും സംരക്ഷിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ പദ്ധതിയുടെ വിജയത്തിനു വേണ്ടി വനംവകുപ്പ് ഒന്നും ചെയ്യുന്നില്ലെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ വാദം. KV ഗണേഷ് കുമാർ വനം വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുമ്പോൾ തുടങ്ങിയൊരു പദ്ധതിയാണിത്. ഇതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ടാണ് ഈ പത്തുപറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. ഇവിടെ പുഷ്പഫല സസ്യങ്ങൾ വെച്ചുപിടിപ്പിച്ച് പക്ഷികളെയും അതുപോലെ തന്നെ ചിത്രശലഭങ്ങളെയും സംരക്ഷിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് തുടങ്ങിയത്. 10 ഏക്കർ സ്ഥലത്ത് ആരംഭിച്ച പദ്ധതി വിജയമായിരുന്നിട്ടും ശേഷിച്ച 40 ഏക്കർ സ്ഥലത്ത് പദ്ധതി നടപ്പിലാക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. ജലസ്രോതസ്സുകൾക്ക് അപകടം വരുത്തുന്ന അക്കേഷ്യയും യൂക്കാലിയും വളർന്നു പന്തലിച്ചു കിടക്കുന്ന സ്ഥലം പദ്ധതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ഈ വനദീപ്തി പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ഈ പത്തുപറയിലെ 10 ഏക്കർ സ്ഥല വിസ്തൃതിയിലാണ്. പക്ഷേ ഇത് വീണ്ടും യൂക്കാലിപ്സ് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഒരുപാട് പ്രദേശങ്ങൾ ഇവിടെ ഉണ്ട്. ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ വീണ്ടും കിടക്കുകയാണ്. യൂക്കാലി എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയിലെ ജലാംശങ്ങൾ മുഴുവൻ പിടിച്ചെടുത്ത് നമ്മളെ നശിപ്പിക്കുന്ന ഒരു മരമാണ്. എന്നാൽ ഇതേപോലെ വനദീപ്തി പ്രകാരം നമ്മൾ നല്ല ഔഷധ സസ്യങ്ങളും ചെടികളും എല്ലാം ഈ വനമേഖല മൊത്തം വെച്ച് പിടിപ്പിക്കുന്ന ഒരു പദ്ധതി സർക്കാർ ആരംഭിച്ചാൽ അത് ഈ നാട്ടുകാർക്കെല്ലാം വളരെ ആശ്വാസകരമാണ്. വനദീപ്തി പരിപാടിയുടെ വിപുലീകരണത്തിനു വേണ്ടി മുട്ടാത്ത വാതിലുകളില്ലെന്നും ആരും അനുകൂല നിലപാട് നാളിതുവരെ സ്വീകരിച്ചിട്ടില്ലെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. റിയാസ് പുനലൂരിനൊപ്പം റിപ്പോർട്ടർ, കൊല്ലം.